രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 9 മത്സരങ്ങളിൽ 8ലും ജയിച്ച് 16 പോയിന്റുമായി പ്ലേ ഓഫ് ഏകദേശം രാജസ്ഥാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ടൂർണമെന്റിലെ വെടിക്കെട്ട് ടീമായ സൺറൈസേഴ്സിനോട് ഇതുവരെ മുട്ടിയിട്ടില്ല. SRH വേഴ്സസ് രാജസ്ഥാൻ മത്സരം ടൂർണമെന്റിലെ ഹൈലൈറ്റ് മാച്ച് തന്നെയായിരിക്കും. നേർക്കുനേർ 5 മത്സരങ്ങളിൽ 3ഉം രാജസ്ഥാൻ വിജയിച്ചു, 2 സൺറൈസേഴ്സും. SRHനെതിരായ 5 മത്സരങ്ങളിൽ 4ലും രാജസ്ഥാൻ 200-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. SRHനെതിരായ മത്സരം രാജസ്ഥാൻ ബോളേഴ്സിന് ഒരു അഗ്നിപരീക്ഷണം തന്നെയായിരിക്കും. എല്ലാവരും ഉറ്റുനോക്കുക സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയായിരിക്കും. അഭിഷേക്, ഹെഡ്, ക്ലാസൻ തുടങ്ങിയ വമ്പന്മാരെ മെരുക്കാൻ സഞ്ജു എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് അശ്വിൻ, ചഹൽ എന്നിവർക്കെതിരെ ക്ലാസൻ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. മുൻനിരയും മധ്യനിരയും ഒരുപോലെ തിളങ്ങുന്നു എന്നതാണ് സൺറൈസേഴ്സിൻ്റെ പ്ലസ് പോയിന്റ്. ബോളിങ്ങിലെ പ്രകടനം അവർക്കൊരു പോരായ്മയാണ്. മറുവശത്തെ രാജസ്ഥാൻ്റെ മധ്യനിര ഇതുവരെ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ബട്ട്ലറും ജയ്സ്വാളും സഞ്ജുവും ഫോമിലായതോടെ ഹിറ്റ്മേറും പവലുമൊന്നും അധികം ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. രാജസ്ഥാൻ ബോളിംഗ് SRHുമായി നോക്കുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. ഡെത്ത് ഓവറിൽ നിയന്ത്രണങ്ങളോടെയുള്ള ബോളിംഗാണ് രാജസ്ഥാന് പല ടോട്ടലുകളും പിന്തുടരാൻ സഹായകമായത്. പവർ പ്ലേയിൽ SRHനെ ബോൾട്ടും സന്ദീപും എങ്ങനെ പിടിച്ചു നിർത്തും എന്നതിനനുസരിച്ചായിരിക്കും രാജസ്ഥാൻ്റെ വിജയസാധ്യതകൾ. തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ചതിന് ശേഷം 5ാം മത്സരത്തിൽ രാജസ്ഥാൻ തോറ്റിരുന്നു. വീണ്ടും തുടർച്ചയായി 4 മത്സരം ജയിച്ചു നിൽക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. രാജസ്ഥാൻ നിരയിൽ ബർഗർ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. SRHനെ കൂടി തോൽപ്പിക്കാനായാൽ രാജസ്ഥാൻ ടീമിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാകാൻ അത് സഹായിക്കും.